ഞാൻ ഇന്നലെ ഒരു മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രസംഗം കേട്ടു, സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ. അയാൾ പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ക്യാൻസർ ഉണ്ടായതാണ് പറയും. ക്യാൻസർ ഉണ്ട് ഡോക്ടർമാർ പറഞ്ഞല്ലോ, നല്ലൊരു ഉദാഹരണയോഗ്യമായ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നി. ക്യാൻസർ ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടി പറയും എനിക്ക് ക്യാൻസർ ഉണ്ടാവില്ലാന്ന്. കേൾക്കണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ടാവില്ലാന്ന്. അപ്പോൾ എന്താ വെച്ചാലോ, അപ്പോൾ ഈ കുട്ടി പറയണമല്ലോ, ഞാൻ ക്യാൻസർ രോഗികളെ കണ്ടപ്പോഴൊക്കെ ഈ ദിക്ർ ചൊല്ലിക്കണം. ഏ ദിക്ർ? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീലാന്ന്. അള്ളാഹ് നിന്നെ പരീക്ഷിച്ച ഈ ലോകത്ത് തൊട്ട് എനിക്ക് ആഫിയത്ത് അരുളി അള്ളാഹ്ക്കാണ് സ്തുതി എന്നുള്ള ദിക്ർ ഞാൻ എന്തായിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. ഇത് ചൊല്ലിയാൽ അതിന്റെ കൂലി പറഞ്ഞത് ആ ചൊല്ലൽക്ക് പിന്നെ ആ പരീക്ഷണം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ക്യാൻസർ രോഗിനെ കണ്ടപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്യാൻസർ അങ്ങനെ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് ക്യാൻസർ ഇല്ല, ആ കുട്ടിക്ക് ഇതില്ല. എങ്ങനെ നോക്കിയിട്ടും ക്യാൻസർ കാണാൻ കഴിയും. ക്യാൻസർ ഉണ്ട് എന്ന് ഡോക്ടർമാർ വിധി ചെയ്ത കുട്ടിക്ക് പിന്നെ ക്യാൻസർ ഇല്ല. കുട്ടി തീർത്തും ഈമാനാണത്. ഇങ്ങനെ ആര് പറഞ്ഞേക്കണ്? നബി പറഞ്ഞേക്കണ്. അത് വഹീന്റെ വാക്കാണ്. ഞാനാണ് ഈ ക്യാൻസർ രോഗികളെ കണ്ടപ്പോഴൊക്കെ അത് ചൊല്ലിയിട്ടുണ്ട് ഈ ദിക്ർ. കണ്ടാ നിങ്ങൾ ക്യാൻസർ രോഗിനെ കണ്ടാലും നമുക്ക് ഈമാൻ കൂടുക ചെയ്യാം. വൈകല്യങ്ങളുള്ളവനെ കാണുമ്പോഴും നമുക്ക് അള്ളാഹിനെ ഓർമ്മയാണ് ചെയ്യാം. വൈകല്യങ്ങൾ ഇല്ലാത്തവരെ കാണുമ്പോഴും നമുക്ക് അള്ളാഹിനെയാണ് ഓർമ്മ വരുന്നത്. ഒരാൾ നല്ല തികവുള്ളവനാണ്, അപ്പോഴും ആരാണ് അവൻ അങ്ങനെ സൃഷ്ടിച്ചത്? അള്ളാഹിനെയാണ് ഓർമ്മയാകുക. എല്ലാം ആലമാണ്. അള്ളാഹു തആലാന്റെ അപാരമായ കുദറത്തിന്റെ, കഴിവിന്റെ, അത്ഭുതകരമായ കഴിവിന്റെ, അപാരമായ അറിവിന്റെ അടയാളങ്ങളാണ് ഒക്കെ. പിന്നെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും അള്ളാഹിനെ എന്നാണ് ചോദിക്കുന്നത്. അവനാണ് ജീവൻ തന്നത്. അവിടെ ഉണ്ട് വിഷയം. ആ ജീവൻ നിലനിർത്താൻ പോലും ഒരുത്തനെ കൊണ്ടും സാധ്യമല്ല.